എങ്ങനെ പ്രീപ്ലേറ്റ് ചെയ്തെടുക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സാരി എങ്ങനെ പ്രീപ്ലേറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസ് ഇടാമോ എന്ന്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് സാരി എങ്ങനെ പ്രീപ്ലേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക, കാരണം ഇതിലെ ഓരോ സെക്ഷനും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. നമുക്കിത് സാരി പ്രീപ്ലേറ്റ് ചെയ്ത് കാണിക്കുന്നത് തന്നെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ പ്ലേറ്റ് എടുക്കാനുള്ളത് മുന്താണിയിലെ പ്ലേറ്റാണ്. വണ്ണം ഉള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റും വണ്ണം ഇല്ലാത്തവർക്ക് ഇച്ചിരി വലിയ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എനിക്ക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്ലേറ്റുകൾ മുൻവശത്ത് വരുന്നതാണ് കൂടുതൽ ഭംഗി കേട്ടോ. എന്നിട്ട് മുന്താണിയുടെ ഇറക്കം നമ്മൾ നോക്കണം. ഇതാണ് ആക്ച്വലി നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകളാക്കി എടുത്ത് പിൻ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് അയൺ കൊടുക്കുകയാണ്. അയൺ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഹീറ്റ് നന്നായിട്ട് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില സാരിക്ക് നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കേണ്ടി വരും, സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഉള്ള. അതുകൊണ്ട് അത് നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എൻ്റെ അളവിന് വേണ്ടിയിട്ടാണ് സാരി ബോക്സ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അതല്ല നിങ്ങളുടെ അളവിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെച്ച് നോക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷന് പോകണം, പക്ഷെ ഉടുക്കാൻ നേരെ ചൊവ്വ അറിയത്തില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് ഫോൾഡിങ് മെത്തേഡ് നോക്കാവുന്നതാണ്. അതാകുമ്പോൾ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സമയം ഇച്ചിരി വേണമെന്നേ ഉള്ളൂ. അത് കുറച്ച് ദിവസം മുമ്പേ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വിധത്തിൽ ഒതുങ്ങാത്ത സാരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഫംഗ്ഷന് പോകുന്ന ആ സമയത്ത് നമ്മളെടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു വിധത്തിൽ ശരിയാവത്തില്ല. നമ്മൾ ടെൻഷനും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കൊളാവും കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് സെൻട്രൽ പ്ലേറ്റ് ആണ്. ഈ സെൻട്രൽ പ്ലേറ്റ് ഇപ്പം നമുക്കാണ് ഉടുക്കണമെന്നുണ്ടെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഉടുപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ അളവെടുത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിവതും ചെറിയ ചെറിയ പ്ലേറ്റുകളാണ് നല്ലത്. ചിലർ ഉടുക്കുമ്പോഴത്തേക്കും കാണാറുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ചില പ്ലേറ്റുകൾ അനാവശ്യമായിട്ടുള്ള പ്ലേറ്റുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്കാണ് ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ മാക്സിമം ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ട് നടുക്കെടുക്കുക, പക്ഷേ തുടക്കവും ഒടുക്കവും വലിയ പ്ലേറ്റുകൾ തന്നെ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്ലേറ്റ് കിട്ടുകയും ചെയ്യും, സാരിക്ക് നല്ല ഒതുക്കവും കിട്ടും. പിന്നെ നമ്മൾ ഞൊറുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹിപ്പ് പോർഷനിലുള്ള ഞൊറുകൾ എടുത്താലേ സാരിക്ക് ഒരു ഷേപ്പ് വരത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി നമ്മൾ നല്ല രീതിയിൽ ആ എടുത്ത പ്ലേറ്റുകൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുമ്പോൾ ഇനി വേറൊരാളുടെ ഹെൽപ്പ് എന്തായാലും നമുക്ക് വേണ്ട, കാരണം അത്ര രീതിയിൽ നമ്മൾ അയൺ ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുക്കുക. ഇനി നമ്മൾ രണ്ട് സൈഡിലെയും പ്ലേറ്റ് എടുത്തതിന് ശേഷം, മെയിൻ ആയിട്ടുള്ള രണ്ട് സൈഡിലെ പ്ലേറ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം ഇതിനെ ബോക്സ് ഫോൾഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മടക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ബോക്സ് ഫോൾഡ് ആയിട്ട് മടക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോൾ ബോക്സ് ഫോൾഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എൻഡ് പോർഷൻ ഇങ്ങനെ മടക്കിയെടുക്കുക. ഒരു ബോക്സ് ഫോൾഡ് രീതി വേണം നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അതിന് അളവ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബോക്സ് ഫോൾഡായിട്ട് കിട്ടത്തില്ല. സത്യത്തിൽ ഇതിന് ഒരുപാട് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുന്നതായിരിക്കും വളരെ ഈസി. പെട്ടെന്ന് തന്നെ നമുക്ക് സാരി പ്രീപ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ മുന്താണിയുടെ അവിടുത്തെ പ്ലേറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും മടക്കുക. ചെറിയൊരു ബോക്സ് രീതിയിൽ, ചതുരം എന്നുള്ള രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് മടക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ബോക്സ് ഫോൾഡിങ് വരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പോർഷൻ അത് കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ തന്നെ എടുത്താലേ നമുക്ക് ആ ഒരു ബോക്സ് ഫോൾഡിങ് കിട്ടത്തുള്ളൂ. പ്ലേറ്റുകളും ഇങ്ങനെ തന്നെ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റുകൾ ഫുള്ളങ്ങ് മടങ്ങിപ്പോവും. ഇങ്ങനെ നമ്മൾ മടക്കി എടുക്കുമ്പോഴത്തേക്കും മുൻവശത്തെ പ്ലേറ്റാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഇരുന്നാലേ അതിൻ്റെ ഭംഗിയുള്ളൂ. അപ്പോൾ കാണുമ്പോഴത്തേക്കും നല്ല ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ ഇങ്ങനെ തന്നെ വരണം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി മടക്കണം. മടക്കിയിട്ട് ആ എൻഡ് പോർഷൻ വരുന്ന പ്ലേറ്റ് കംപ്ലീറ്റ് മടക്കി അതിൻ്റെ അകത്തോട്ട് സ്പേസ് ഉണ്ട്, അപ്പോൾ അകത്തോട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ സാരി ബോക്സ് ഫോൾഡ് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഡ്രേപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാനും തന്നെയും കൂടി പിന്നെ പാർലറിൽ പോയിട്ടാണ് കേട്ടോ ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ ഫുൾ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല.
ആക്കിയിരുന്നില്ല, പക്ഷെ കുറച്ച് ഷോർട്സിലൊക്കെ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്തുകൊണ്ടുവന്ന സാരി ഡ്രേപ്പിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് തികച്ച് നമ്മൾ എടുത്തിരുന്നില്ല സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്, കാരണം പെട്ടെന്ന് തന്നെ അതങ്ങ് നടന്നു കേട്ടോ. യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. എടുത്തുടുത്താൽ മാത്രം മതിയാവുമല്ലോ, സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ സാരി ഉടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമെന്ന് പറയുന്നത് സൈഡിലെ പ്ലീറ്റ് കറക്റ്റ് നമുക്ക് ആ ഒരു ഞൊറി വന്നാലേ നമുക്ക് ആ ഒരു സാരിക്ക് ഷേപ്പ് അറിയത്തുള്ളൂ. പിന്നെ ഇൻഷേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇൻഷേപ്പർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പിന് കിട്ടും. പിന്നെ വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിൽ 2 അണ്ടർസ്കർട്ട് യൂസ് ചെയ്യാവുന്നതാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അങ്ങനെ സാരി ഡ്രേപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു സൈഡിലെ പ്ലീറ്റ് മാത്രം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുന്ന് എടുക്കുന്ന പ്ലീറ്റ് തന്നെ നമുക്ക് സൈഡിലും കിട്ടത്തക്ക രീതിയിൽ, അതായത് ഈ പ്ലീറ്റ് പിടിച്ച് തന്നെ പോകണം. അപ്പം നമുക്ക് സൈഡിലെ പ്ലീറ്റും കിട്ടും. പിന്നെ ഒരു മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മുന്താണിയിൽ അവിടുത്തെ പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ സൈഡിലെ പ്ലീറ്റ് പട്ട കമിഴ്ന്ന് വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്ന് കുത്തുന്ന സമയത്ത് അതിനെ തിരിച്ച് പിടിച്ച് കുത്തിയാൽ മതി. അത് ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്താണ് ഓരോ ടെക്നിക്ക് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു പ്ലീറ്റ് ഇത്ര ഗ്യാപ്പിൽ തന്നെ നമുക്ക് അറിയാനും പറ്റണം. എത്രയാണോ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഈക്വലായിട്ട് വേണം കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടത്തേക്ക് പ്ലീറ്റുകൾ പോകും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് ഉടുക്കാവുന്നതാണ്. അത് അതേപോലെ തന്നെ ഇരിക്കും. ചിലരുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച്, അതായത് സൂചി നൂലും വെച്ച് കൊരുക്കും. അത് വേണമെന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം നമുക്കിപ്പോൾ ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സൂചി നൂലും വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. മേക്ക് ഓവറിന് ഉദ്ദേശിച്ചത് ഭയങ്കര ഒരു മേക്ക് ഓവർ എന്നല്ല, ചെറുതായിട്ട് ആ സ്കിന്നിൽ നമുക്കൊന്ന് എയർ ബ്രഷ് മേക്കപ്പ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിതിന് മുമ്പ് 1-2 പ്രാവശ്യം എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാരിയൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും തന്നെ പറയും നമുക്കെങ്കിൽ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഹെയർ സ്റ്റൈലൊന്നും നമ്മൾ നോക്കിയിരുന്നില്ല, ഫേസിൽ മാത്രം എയർ ബ്രഷ് മേക്കപ്പ് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് ഹെൽമെറ്റ് വെച്ച് നല്ല രീതിയിൽ പാടുകൾ കവിളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർ ബ്രഷ് മേക്കപ്പ് ആണെന്നല്ല, നമ്മൾ HD മേക്കപ്പ് സ്കിൻ ഗ്ലാസ് ഒക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫുൾ കവറേജ് കിട്ടും എയർ ബ്രഷ് മേക്കപ്പിൽ. അപ്പം നിങ്ങൾക്കത് അറിയാൻ പറ്റും, എൻ്റെ ഫേസിലുള്ള ആ ഒരു കറുത്ത പാടെല്ലാം പോകുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ധന്യ കൺസീൽ ചെയ്യുകയാണ്. കൺസീൽ ചെയ്യുമ്പോഴത്തേക്കും ആ മാർക്കുകളെല്ലാം പൊയ്ക്കോളും. പിന്നെ നല്ല രീതിയിൽ മാർക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ബ്രഷ് നല്ലതാണ്. അത് ഇപ്പോൾ ഈ പറയുന്ന ബ്രൈഡൽസിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല ഇപ്പം നോർമലി എവിടെയെങ്കിലും പോവുകയാണ്, പാർട്ടി മേക്കപ്പ് ആയിട്ടാണെങ്കിൽ നോർമൽ മേക്കപ്പ് ഒക്കെ മതിയാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ചെയ്തു, ഐബ്രോസ് ചെയ്തു, ഐ ഷാഡോ ഒക്കെ കൊടുത്തതിന് ശേഷം, എനിക്ക് ഈ മേക്കപ്പ് ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. കൂടിപ്പോയാൽ കണ്ണ് എഴുതും, ഈ പറയും പോലെ മോയ്സ്ചറൈസറോ സൺക്രീമോ കൊടുക്കും, ഒരു ചെറിയ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും. അതും എപ്പോഴും ഞാൻ ചെയ്യാറില്ല. അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇപ്പം നല്ലൊരു മേക്ക് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി നമ്മൾ മേക്കപ്പ് ഇട്ട് കണക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ യെല്ലോ ലൈറ്റാണ് അടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നീടാണ് ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിരുന്നത്. എന്തായാലും കംപ്ലീറ്റ് നല്ലൊരു മേക്ക് ഓവർ തന്നെയായിരുന്നു. പിന്നെ ആ സാരിയുടെ കളർ എനിക്ക് നന്നായിട്ട് ചേർന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ധന്യയുടെ സാരിയാണ് അത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ചേർന്നപ്പോഴത്തേക്ക് അവളിങ്ങനെ പറയുന്നുണ്ട്, ഈ ലൈറ്റ് കളറൊക്കെ നിനക്ക് നന്നായിട്ട് ചേരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ലൈറ്റ് കളറൊക്കെ ചേരുന്നു, ഞാൻ ഡാർക്ക് കളർ മാത്രമേ ചേരുന്നുള്ളൂ വിചാരിച്ചാണ് ഇരുന്നത്. ഇതിപ്പോൾ ഞാൻ വെറുതെ മേക്കപ്പ് ചെയ്തതേ ഉള്ളൂ സാരിയൊക്കെ എടുത്തുകൊണ്ട്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.